പണ്ടത്തെ പോസ്റ്റ് ഓഫീസാണല്ലോ, പോസ്റ്റ് ഓഫീസ്. കത്തെന്താ നോക്കണം ആജിയെ. മണ്ണോണ്ട് ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കിയാണ്. കഴിഞ്ഞിട്ടില്ലേ പരിപാടി? ആ കോഴിക്കോടോ, ഷോക്കേസിൽ കോഴിക്കോടോ. നമ്മുടെ അട ഇരിക്കാണല്ലത്. It seems to me society going to rotten already. So we need to improve the society. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണേ. നമ്മൾ ദിംപൂർ അതേപോലെ ഹരിഷ്പൂർ എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണുള്ളത്. നമ്മളെ ദാറുൽ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന, നമ്മൾ ഇന്നലെ വന്ന റോഡ് അവസാനിക്കുന്ന ഒരു ഗ്രാമത്തിൽ. നല്ല കിടിലൻ സ്ഥലമാണ്. 100 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിങ്ങുകളും വീടുകളും ഒക്കെ ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. എൻ്റെ കൂടെ മാജിദും ഞാനും ഒരുമിച്ച് പഠിച്ചാണ് ചേലമ്പ്ര മൻഹജിൽ. മാജിദൊക്കെ ഇപ്പോൾ പഠിച്ച ഒരു നിലയിലെത്തി. നമ്മളിപ്പോഴും ഇങ്ങനെ തൊണ്ടായി നടക്കുക. മാജിദാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു മാജിദ് പെരുന്നാളൊക്കെ ആയിട്ട് നാട്ടിൽ പോയിട്ടുണ്ടാവുന്നു. അപ്പോൾ വെറുതെ കൊൽക്കത്ത പോണ വഴിയിലൊന്ന് വിളിച്ചു നോക്കിയാണ്. അപ്പോൾ ആൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വന്നപ്പോൾ എന്തായി, നല്ലൊരു അടിപൊളി വില്ലേജ് കിട്ടിയില്ലേ, കിട്ടാൻ പോവാണ്. ഇന്നതാണ് പരിപാടി. മുങ്കീർ സാഹിബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആ മൂപ്പര് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനിയാണ്. മൂപ്പര് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ. മൂപ്പരാണ് ശരിക്കും വല്ല സ്ഥാപനത്തിന് സ്ഥലം ഒക്കെ വിട്ടുകൊടുത്തിട്ടുള്ളത്. മൂപ്പരുടെ ഒരു കഥ തന്നെ, ചരിത്രം തന്നെ പറയാനുണ്ട്. അതും കാണാം ഇന്ന്. വണ്ടി പോസ്റ്റ് ഓഫീസാ. ഇവിടെ പണ്ടത്തെ പോസ്റ്റ് ഓഫീസാണല്ലോ, പോസ്റ്റ് ഓഫീസ്. കത്തെന്താ നോക്കണം ആജിയെ. കത്തെന്താ നോക്കണം അന്നത്തെ. എന്താ സെറ്റ്. ഒരു 40 കൊല്ലം മുന്നത്തെ കേരളം. 27 വയസ്സായി എനിക്ക്. അങ്ങനെ 40 കൊല്ലം മുന്നത്തെ കേരളം അറിയില്ല. പക്ഷെ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന പഴയ കേരളത്തിലെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ, അതേ ഒരു ഫീൽ ഇട്ട്. ബംഗാളിലെ ഈ ഗ്രാമം മൂപ്പര് ഇന്നാണ്ട് വിളിച്ചിട്ടുണ്ടാവും. മൂപ്പര് വരെയൊക്കെ ഇവിടെ കുറച്ച് ഗരീബ് ഉണ്ട് വെച്ചിട്ട് ഞാൻ ന്യൂസ് എന്നൊക്കെ വന്നാണ് കരുതിക്കുക. കവാടൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിന്റെ പരിപാടിയാണ്. മണ്ണും अंदर पत्थर क्या क्या पत्थर है, कौन सा पत्थर है? मट्टी है। मट्टी का नहीं, ये पत्थर कौन सा है? पत्थर नहीं है, मट्टी का सब फुल्लु मण्ണിന്റെ ആണ്. കല്ലൊന്നുമില്ല. ये कितना साल हो गया पुराना? 60 साल हो गया। 60 साल? 60 साल का जगह हो गया। 180 साल हो गया। 80? 80 साल हो गया। 80 പറഞ്ഞാൽ 80 18 ആണ് 80. 80 हाँ 80 കൊല്ലം പഴക്കമുള്ള വീട്. ये कौन बनाया? पिताजी का? पिताजी मेरा दादा भी बनाया। दादा हाँ, दादाजी बनाया। दादा तो पिताजी का पापा. हाँ पिताजी का पापा. वल्यापन ഉണ്ടാക്കി വരെ. ये हमारा गरीब आदमी है। वो देखो मैं भी गरीब आदमी है. देखो हम लोग को जो कुछ होगा होता नहीं देखो. इकट्ठा देखो. हाँ മണ്ണിന്റെ എന്താ ഒരു അറക്ക ഉണ്ടാക്കിന് ഇവിടെ. കൊട്ടന്റെ പരിപാടി. അതിൻ്റെ ഉള്ളിൽ ദാടുകൾ കിടക്കാനുള്ളതാണ്. മേലി മരം ഫുള്ള് മണ്ണിന്റെ പരിപാടിയാണ്. മണ്ണോണ്ട് ഷോക്കേസ് ഒക്കെ ഉണ്ടാക്കിയാണ്. കഴിഞ്ഞിട്ടില്ലേ പരിപാടി? ആ കോഴിക്കോടോ, ഷോക്കേസിൽ കോഴിക്കോടോ. നമ്മുടെ അട ഇരിക്കാണല്ലത്. മോനെ ഉള്ളു വല്ല സ്വർണ്ണവും നിധിയൊക്കെ ഉണ്ടാവുമോ? താറാവ് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ. ऊपर जा सकते हैं? ऊपर क्या है? ऊपर खाली है. അന്നത്തെ കാലത്ത് തന്നെ സ്റ്റെയർ കേസ് ഉണ്ടാക്കിയ ആ വല്യപ്പ വേറെ ലെവലാ.
लाइट नहीं यार लाइट नहीं है, चावल वावल नहीं था इसमें। ये चावल लेता ना, खाना का चावल। हाँ। इसमें ले जाए। लाइट ले जाओ बाबा। മോനെ പൊളി പെരട്ടോ 80 വർഷം പഴക്കമുള്ള വീട്. ഇവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം. ജനാല ഒന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ ചൂടൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. ഈ എന്താ ഈ നിലത്ത് ചില്ലറ പൈസ വീടെടുക്കണ മാതിരി പൈസ അല്ല കേട്ടോ, മേലിന് സൂര്യൻ്റെ വെളിച്ചടിക്കാണ്. പിന്നെ ഇവിടെ ഒരു ജനാല ഉണ്ട്, ഇത് ആട്ടും കൂടെ പോകുന്നുണ്ട്. ഇവിടെ കാരണം ഇവിടെയൊക്കെ രശ്മി മാല പൊട്ടിയാരി ആട്ടും കാട്ടം വീണെടുക്കുന്നുണ്ട്. പിന്നെന്താ പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ अट्टम स्कूल नहीं जाते आप? कौन सा क्लास में? हाँ 7. वाओ, इंग्लिश मालूम है क्या? 7 इंग्लिश है ना? वन एक से 10 तक इंग्लिश में क्या क्या है? 1 2 3 1 2 3 4 5 6 7 8 9 10 और और 11 11 12 13 14 15 15 17 16 16 17 18 19 20. വാവ്, അരെ യാർ. ഇങ്ങനെ വന്ന് താഴത്ത് കണ്ടെത്തുമ്പോൾ അന്തസ്. ये आपका नया घर है क्या? दूसरे का है। दूसरे का है? आप इधर ही सोता है? हम इधर रहता है। ഇവിടെ ഇപ്പോഴും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. तो क्या करेगा? रहने वाला जगह नहीं, हमारा गरीब है। ചെയ്യ क्या करेगा? എന്താ ഉണ്ടാക്കണേ? मच्छी कौन सा है? तो वाड़ा ये कौन सा है मच्छी? हाँ? कौन सा मच्छी है? मच्छी हाँ पापता मच्छी है, पापता टैंगड़ा मच्छी है, पापता मच्छी है। अब वयनूर ചേക്കാറല്ലേ? बड़ा കടലത്തെ മീൻ ये കിട്ടില്ലല്ലോ. मागुर मच्छी है। बोले चेहरा हाँ? मागुर मच्छी, मागुर। अच्छा, पूरा दिन मच्छी है फिर क्या गरीब है? ना रोज रमजान का महीना में ना चलता है। बोले चेहरा ഉണ്ടല്ലേ ഫുൾ ഐറ്റംസാ. ആ തല കുത്തനാണ് സംഭവം. പക്ഷെ ഇതിപ്പോ ഭയങ്കര സ്പീഡല്ലോ പണി, കത്തി ഉപയോഗിക്കില്ല. ഉള്ളിയും തദ്ദില് ഉണ്ടംപൊരിയോ അതിൻ്റെ ആട് തിന്നിന് ഒക്കെ കൂടി ഒരു ഇതാ. ഇതെന്തിനാ ചെമ്പിറക്കിയേക്കാനാ ഈ കല്ല്? ये बैठने के लिए, बैठने के लिए। ബേട്ടനക്കല്ലേ? हाँ, बैठने ആ കുക്കിന് ഇരിക്കാനുള്ള കല്ലാണ് കേട്ടത്. बैठने के लिए। പലട്ടിരുന്നാ പോരെ? പല നെയ്യേ नहीं नहीं पालने कैसे करेगा? സെറ്റപ്പ് എടുക്കാം. എന്നാ അടുത്ത സ്വീകരണം എഴുതി വിട്ടാലോ? പോസ്റ്റ് ഓഫീസൊക്കെ ഇവിടുന്ന് മാറിയോ? ഇതൊരു പഴയ ഒരു വില്ലേജ് ആവുന്നില്ല, ഇതിന്റെ പുതിയത് ഉണ്ടാവൂലേ? ഇതിന് മേലെന്താ ഈ ഗാവിലെ ജമാഅത്ത് പള്ളിയാട്ടത്. ഇത് ഒരുപാട് പഴക്കമുണ്ടാവൂലേ? നീംപൂര് പള്ളി. ഈ വില്ലേജിൽ നിന്ന് വളർന്നു വന്ന് മന്ത്രിയായ ഒരാളുണ്ട്, അയാളെ മുത്തഹർ ഹുസൈൻ എന്നാണ് മൂപ്പരെ പേര്. മൂപ്പരെ തറവാടാണത്. അയാൾ മരിച്ചു കുറേ മുന്നത്തെ കാലത്ത്. എത്ര വർഷം പഴക്കമുണ്ടെന്ന് കറക്റ്റ് അറിയാതെ പറയാൻ വയ്യ. ഇങ്ങനെ വരുമ്പോൾ കുടിവെള്ളമാണ് കൊണ്ടുവരുന്നത്. ചാണാണ് ഈ ഒട്ടിച്ച് വെച്ച് കേട്ടോ, കൈ കൊണ്ട് പിടിച്ചടിയാളം വരാം. ആ മൂപ്പരെ വീടാ? ഇവിടുത്തെ ഏറ്റവും അറിയപ്പെട്ടൊരു മൗലാനയാണ്. മൂപ്പരെ വീടാണല്ലത്. ഫുള്ള് മണ്ണിൻ്റെ പരിപാടിയാണ്. ഇത് പുതിയതായിട്ട് ഒട്ടിച്ച ചാണകം, ഒട്ടിക്കപ്പെട്ട ചാണം. വിറക് കിട്ടാത്തതുകൊണ്ട് ഇവർ ചാണം ഉണക്കിയിട്ട് അതാണ് കത്തിക്കുക. കയറി കയറി ഫുള്ള് മണ്ണിൻ്റെ പരിപാടിയല്ലോ അല്ലേ? വേറെ എവിടെയും ഉപയോഗിച്ചിട്ടില്ലല്ലോ വേറെ ഒന്നും. എന്താ അവിടെ കൊട്ടയിലാക്കി കൊണ്ടുവച്ചേ? എന്താ തിന്നണ പുല്ല്? ഇതാണ് മുളൻ്റെ ഇതാണ്. എന്തിനാ വെച്ചാ
এটা কি করবেন ওই তো ছাগলে খাবে ওই যে খাসি আছে বড় এই খুললা എന്തിന് রসুন কেনে ആടിനുള്ളല്ലേ ആടിന് വയ്യേ ഏ 4 വീടുകള് ആ ഈ ഒരു വീട്ടിലോ ഓരോരുത്തർക്ക് ഓരോ റൂം കണ്ടാ അതാ അതിന്റെ മേലൊക്കെ ഉണ്ട് പഴയ തറവാടാണ് തറവാട് ഒക്കെ പറഞ്ഞ ഇങ്ങനെ വേണം ഇത് താഴെ ഒരു വീട് അതിൻ്റെ ഇതതിൻ്റെ സിറ്റ് ഔട്ട് തന്നെയാണ് സിറ്റ് ഔട്ടും മടക്കളും ബെഡ്റൂമും ഒക്കെ കൂടി ഒന്ന് ഇതൊരൊറ്റ വീട് പിന്നെ അതേപോലെ തന്നെ അവിടെ കന്നോളി ഇതൊരു വീടും അതിന് മേൽക്ക് സ്റ്റെയർ കേസ് കാണുന്നുണ്ട് മേൽക്ക് പോളാണ് മേലെ വേറെ ഫാമിലിയാ മേലെ ഉണ്ട് കേട്ടോ മേലെ വേറെ ഫാമിലിയാണ് മണ്ണിൻ്റെ മറ്റേ കൂജ വലിയതൊക്കെ ഇതാ വലിയ ഭരണി ഇതിലെന്താ ഉള്ളത് ഇതെന്താ ടച്ച് വെള്ള കിച്ചനെ ഒന്നുമില്ല ഉള്ളിലൊന്നുമില്ലല്ലോ കിച്ചൺ പറഞ്ഞ കുച്ചിനല്ലേ ആ ഇതിൻ്റെ എന്തിനാ ഉണ്ടാക്കിയ ചിത്ര പരുത്തൊരു സാധനം വേറെ ഒരു റൗണ്ടൊക്കെ ഇതാ എന്താ നെല്ല് കിട്ടണ സീസണോ നെല്ലിട്ടൊക്കെ ആ എടാ അതിൻ്റെ അടി കൂടെ വരിക ഇതിപ്പോൾ കോഴിക്കോടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആ നെല്ലിട്ടേക്കണ സംഗതിയാണേ നെല്ലിൻ്റെ സീസണാകുമ്പോൾ അടിയിൽ കോഴിക്കോടാണ് കോഴിക്കളൊന്നുമില്ല കോഴിക്കളൊക്കെ ചിക്കി പെറുക്കാൻ പോയതാ ആ വലിയ അജ്മീർ ചെമ്പ് പോലത്തെ പ്രാവ് ഒക്കെ കൂടി ആട് കോഴിയും താറാവും കണ്ടിട്ട് തന്നെ അല്ലേ എങ്ങനെ ഇതിനുള്ളിൽ വലിയ താമസിക്കുന്നത് കണ്ടിട്ട് തന്നെ ശ്വാസം മുട്ടുന്നു ഇതൊരു വീടാണ് തറവാടാണ് ഇത് മൊത്തം ഒരു തറവാട്ടുകാരെ പോകുന്നുണ്ടല്ലേ ബാക്കൊക്കെ ഉണ്ട് സംഭവം ഞാൻ ഇത് ഇവിടെ സംഭവം കണ്ട് എന്താ മനസ്സിലായില്ല ഇത് ഈ ഇതാ ये क्या है इसमें क्या है उसमें चावल रखते हैं അരി ഇട്ട ചെക്കൻ മണ്ണെണ്ണകൾക്കോ മണ്ണെണ്ണകൾക്ക് തന്നേക്ക മണ്ണെണ്ണകൾക്കിന്റെ പരിപാടിയില്ല ചേട്ടാ ബേട്ടോ 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 क्या नाम है नाम की ആസിഫ് റജാ ഖാൻ പൊളി പേരാട്ടോ ഇതാണ് ഇതിന്റെ നിർമ്മാതാവ് അവിടെ ഇങ്ങോട്ട് എടുക്കാം അവിടെ വെളിച്ചോ അരി നിറച്ചേക്കാനാണ് സാധനം कितना साल है इसमें 5 mun 6 mun आते 7 mun എന്താ പറഞ്ഞി কত সাল পুরানো আছে বেশি ছিল আমি যখন ভালো ছিলাম তখনই বানালছি এটা എന്ത് അത്ര സാധനം അത് ഉണ്ടാക്കിയാക്കാൻ അറിയില്ല എത്ര കൊല്ലായി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ കൊല്ലായി നടത്താം মাটিকে হাতে করে সাইনা দি বানালছি വാ കഴിഞ്ഞിട്ടില്ല കേട്ടോ പരിപാടി കഴിഞ്ഞിട്ടില്ല പരിപാടിക്ക് നമ്മൾ കിടക്കാൻ പോകണുള്ളൂ ഇതൊക്കെ അതിൻ്റെ ശേഷം ഉണ്ടാക്കിയ വീടുകളാവുന്നുണ്ടല്ലേ ഇങ്ങോട്ട് മാറിയേ ആളുകളൊക്കെ നമ്മളെ കേരളത്തിലും ചെന്നൈയിലൊക്കെ അധികം ആൾക്കാർ ജോലി ചെയ്യണേ മുംബൈയിൽ കുറെ ആളുകളുണ്ട് ഇങ്ങനെ മാറ്റി ഇതൊക്കെ നെല്ല് ഇട്ടേക്കണ ധാന്യപ്പുരയാണ് തോന്നുന്നുണ്ടല്ലോ ഉള്ളിലൊക്കെ നെല്ലിട്ട് വെച്ചിക്കണ് ബാത്റൂം അത് ബാത്റൂം സെറ്റല്ലോ ഇത് വേറെ ആരും ഉണ്ടാക്കി കൊടുത്താ അത്ര നല്ല വീടുകളൊക്കെ ബാത്റൂം കുളം മീൻ പിടിക്കുമല്ലോ ഇറ്റികൾ തീന്നില്ലേ എല്ലാവർക്കും ഈ ഇവിടെ ആസാമിലൊക്കെ മീനിൻ്റെ മീന് ഭയങ്കര കോളാ മീനിന് ഈ കാലാപ്പാനി സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനം വലിയതിൻ്റെ വലുത് അങ്ങനെ ഒരു എൻജിനീയറിങ് പരിപാടികളൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു പേരാണ് ഉണ്ടാക്കും അത് കുറച്ച് ഒരു രണ്ട് മുറിയോ ഒരു കൊല്ലായി ഒരു അടുക്കളയ്ക്ക് വെച്ച് ഒരു പേരാണ് ഉണ്ടാക്കും അല്ലാതെ എൻജിനീയർക്ക് ഒരു പണി ഉണ്ടാവില്ല ഇവിടെയൊക്കെ വെറുതെ എൻജിനീയറിങ്ങിന് പഠിച്ചാൽ മോ എന്തായി പോവും
എല്ലാ വീടിനും ഒരു കുളം ഉണ്ടാവും. അസാമിലെ മാതിരി അല്ലേ? മീൻപിടുത്തം മെയിനാ. ഇതാണ് വൈക്കോല. ഇവിടെ മാത്രം എന്താ തുരന്നിന്? വൈക്കോലല്ല, വേറെ സാധനം അതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഒരു വിത്തോ? കേത്ത് പറഞ്ഞാൽ എന്താ? കേത്തിയോ? വിത്തിനറിയാം. മുളംകുന്നം മുള. ഇവരെല്ലാ ഇപ്പം ഉണ്ടാക്കുന്ന വീടുകൾ കുറച്ച് കല്ലും കോൺക്രീറ്റും ഉണ്ടെങ്കിലും പണ്ട് ഇവരെല്ലാ സംഭവത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുളയാണ്. അതുകൊണ്ട് മുള ഇവരെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ മുളങ്കാടുകളാണ്. മുള ഉണ്ടാകുമ്പോൾ ഒരു കൂട്ടത്തിലുണ്ടാവുള്ളൂ. കാരണം മുളൻ്റെ വിത്ത് വീണിട്ടാണ് പിന്നെയും മുള ഉണ്ടാവുക തോന്നുന്നത്. അതുകൊണ്ടാവും മുള ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ ഒരുപാട് ഉണ്ടാവണേ. പിന്നെ മുളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പുൽവർഗത്തിൽപ്പെട്ട ചെടി. PSC ക്വസ്റ്റ്യനാണ്. ഫ്രീ ആയിട്ട് വെച്ചോളി, പൈസ ഒന്നും തരണ്ട. ഫുള്ള് മുളങ്കാടാണ്. ഒരു പച്ചയായ ഇന്ത്യയുടെ ഗ്രാമീണ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും വെസ്റ്റ് ബംഗാളിലേക്ക് വരണം സഹോദരങ്ങളെ. ഇത് കുറച്ച് അത്യാവശ്യം തിരക്കില്ലാത്ത പൈസ ഉള്ള ആളെ പേരാവും. പിന്നെ ആ ചെറിയ പൈതലിനും കൊണ്ട് വേണ്ട പോണ് വെയിലത്ത്. ആട്ടാടിജി ഈ ഇവിടേക്ക് എന്താ ദിംപൂർ എന്നാ പറയാ? അങ്ങോട്ട് ഏലസൊക്കെ ഉണ്ടല്ലോ. ഗർമിയെ അന്തർ ജാओ. നിങ്ങൾ ബംഗ്ലാർ ഉണ്ടില്ലേ? താറാവിനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുവന്നാ മുന്നേ. ആ ചാണം തേമ്പിടെ എന്താ ഏറ്റവും ഫ്രഷ് ആണ് ഇവിടെ എടുത്താന്നാ പറഞ്ഞേ? ടീക്കാ ആ തേമ്പിക്കോളി തേമ്പിണി എന്താ പറയാ? നല്ല സുഖം ഉണ്ടാവില്ലേ? പുതിയ ചാണ കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ച് കിളുമ്പി അവിടെ ഞാൻ തേമ്പാനി. ഇവലെ ബസാറാണിട്ടത്, മാർക്കറ്റ്. ഹരിഷ്പൂർ ഹട്ട്. നാടൻ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. മുളക്, പട്ടാണി, പരിപ്പ്. ഉണക്കലുണ്ടോ അവിടെ? പഴയ സെറ്റപ്പിലേ. കോവക്കല്ലത്. ഇങ്ങനെന്താ എണ്ണ തേച്ചിക്കണോ? ആ ഇന്നലെ മഴ ആയതുകൊണ്ട് വെള്ളാണ്. ചക്ക വയ്ക്കടാ. ചക്ക ഇത് എത്ര ചോദിക്കുക വില? 1-25 ഉറുപ്പ്യല്ലേ ചക്കക്ക്? ഇത് ഇടിച്ചക്കയാണ്, പൊത്തക്കാവൂല. അമ്പൂറ്റ കച്ചവടം. അതാണ് ഇവിടുത്തെ മുതലാളി വന്നിട്ടുള്ളത്. ഇവർക്ക് മാത്രം ഒരു പീടിയൊക്കെ ഇടും, ഒരു ബിൽഡിങ്. മാങ്ങ, പഴയ കാലത്തെ ചന്ത, പുളിയൊക്കെ ഉണ്ട്. വല്യന്മാരും വല്യാപ്പാരും എല്ലാവരും കച്ചവടത്തിലാണ്. കഴിഞ്ഞു തുടങ്ങി. 11 വരെ ഉണ്ടാവുള്ളൂ അല്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസമോ? പുറം മീനൊക്കെ. ഇതെന്താ? ആലു ബജി, ചന, വൈദന പൊരിച്ചത്, മുട്ട പൊരിച്ചത്, ചെറുപ്പരിയായി പോയി. എന്താ കയ്പേ? ഇവിടെ ഉള്ളിക്ക് വില കുറവാമല്ലോ, ഉള്ളി ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി എന്താ എന്താ വില? എങ്ങനെ ബംഗ്ലാ ചോദിക്കുക? കോത്തോദാം എത്ര? കോത്തോദാം ദാം എന്ന് പറഞ്ഞ പൈസ അല്ലേ? ചില്ലറ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. കഴിഞ്ഞിട്ടോ ചന്ത കഴിയാൻ നേരത്തെ നമ്മളെത്തി. മല്ലിച്ചപ്പ്, പുതിന,
മീൻകാരൊക്കെ പോയി. എന്താ മീൻ പോയ മീനല്ലേ? കടലത്തെ മീൻ വരും അങ്ങോട്ട്? ഇല്ലല്ലോ. മീൻകാരോട് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുച്ഛ. മീനിന്റെ വീഡിയോ മാത്രം മാർക്കറ്റിന്റെ ഏതെങ്കിലും ഒരു മൂലക്കലാക്കും. മീൻകാരെ കൂടി വളർത്തി മുന്നോട്ട് കൊണ്ടുവരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. कत दाम किलो? കെട്ട് 20 റുപ്യ. ഉള്ളിക്ക് നമ്മുടെ നാട്ടില് 40 റുപ്യ. ഇത് കുറേ നേരം ഇതിന് അങ്ങോട്ടും ഉണ്ടെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ അവിടെ പോയി കിടന്ന ചങ്ങയ്യേ. മസാല പീടിയ അല്ലേ? ബിൽഡിങ്ങിലുള്ളതൊക്കെ പൈസക്കാരെ പീടിയ, നിലത്തുള്ളതൊക്കെ പാവപ്പെട്ട പോലെ പീടിയ. നമുക്കിനി ഈ ഭീംപൂര് എന്ന് പറഞ്ഞ ഈ വില്ലേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമാണിയെ കാണാനുണ്ട്. മുൻകിർ സാഹിബ് എന്നാണ് പറയാം പേര്. അദ്ദേഹം വളരെ ചെറുപ്പകാലത്തിൽ തന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും ഒക്കെ മരണപ്പെട്ടു പോയ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു അനിയനുണ്ട്, വേറെ ആരുമില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം മീൻസ് ഒരിഷ്ടം ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടിയോട്. പക്ഷേ ഈ ഒരു പെൺകുട്ടീൻ്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹൈ ലെവൽ റിച്ച് ഫാമിലിയാണ്. ഇദ്ദേഹം കുറച്ച് പാവപ്പെട്ടൊരു കുടുംബത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പയ്യൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവരുടെ ഇഷ്ടം പ്രണയം ഒരിക്കലും സക്സസ് ആകില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അദ്ദേഹം ഈ കല്യാണത്തിൻ്റെ ചിന്ത മാറ്റി വെച്ചിട്ട് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് പിന്നെ പുറത്തു പോയി പഠിക്കണമെന്ന് ആഗ്രഹമായി. അതിൻ്റെ ഇടയിൽ ഈ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ ഒരു മന്ത്രീൻ്റെ വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മുത്തഹർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു എക്സ് മിനിസ്റ്ററുടെ വീടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ട് ഇങ്ങനെ വിദ്യാഭ്യാസം പഠിക്കാനാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സമയത്ത് ഇയാൾ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഡിഗ്രിക്ക് പോയി, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു ബാങ്കിൽ ജോലിയാക്കി കൊടുത്ത് അക്കൗണ്ടൻ്റായിട്ട് നമ്മളെ ഈ മുൻകിർ സാഹിബിനെ. അങ്ങനെ അദ്ദേഹം അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇനിയും വിദ്യാഭ്യാസം നേടണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് പിന്നെ പുറത്ത് പോവുകയാണ്. തായ്വാനിൽ പോയിട്ട് PDF എടുത്ത് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുത്ത് അങ്ങനെ എന്നിട്ടും അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ സംഭവം നിർത്തിയിട്ടേ ഇല്ല. അങ്ങനെ ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ ഈ സംഭവം ഇയാൾ കല്യാണം കഴിക്കാൻ മറന്നുപോയി. പഴയ പ്രണയം പോയതുകൊണ്ട് തന്നെ പിന്നെ പുതിയൊരു ആളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഇയാൾ വിദ്യാഭ്യാസം നേടി, അത് ഉപയോഗിച്ച് പിന്നെ നല്ല ജോലി നേടി, പിന്നെ സമ്പാദിക്കാൻ തുടങ്ങി. അങ്ങനെ സമ്പാദിച്ചുണ്ടായ സ്ഥലത്താണ് ഇന്ന് നമ്മളെ ഈ ബാക്കിൽ കാണുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം സംഭാവന കൊടുത്തിട്ടുള്ള ഈ 14 ഏക്കർ ഭൂമിയിലാണ് ഈ സ്ഥലം. ഇപ്പം ഇന്ന് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം എന്താ വെച്ചാൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, മൈനോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. പക്ഷേ മുൻകിർ സാഹിബ് അന്നും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത്. കാരണം ഏതൊരു കമ്മ്യൂണിറ്റിൻ്റെയും ഒരു മാറ്റം വരുന്നത് പെണ്ണുങ്ങളിൽ നിന്നാണ്, സ്ത്രീകളിൽ നിന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ മൂപ്പര് ആദ്യമായിട്ട് പറഞ്ഞത് ഈ സ്ഥലം തരുമ്പം ഇവിടെ ഒരു ഗേൾസ് സ്കൂൾ സ്ഥാപിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഗേൾസ് സ്കൂളും ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആദ്യം ഒരു ബോയ്സ് സ്കൂൾ തുടങ്ങി, പിന്നെ ഒരു ഗേൾസ് സ്കൂളാണ് ഇപ്പം ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ അമ്മമാരാണ് മക്കൾക്ക് ആദ്യമായിട്ട് നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തിട്ട് പെണ്ണുങ്ങൾക്കൊരു വിദ്യാഭ്യാസ സാധ്യത ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് മൂപ്പര് ഈ ഭൂമി കൊടുക്കുമ്പോഴൊക്കെ പറഞ്ഞത്. ഇന്ന് ഈ ചുറ്റുവട്ടം കാണുന്ന മാങ്ങത്തോട്ടം, അതപ്പുറം ഉള്ളിക്കൃഷി, ഇതൊക്കെ മൂപ്പര് തന്നെയാണ്. അപ്പം ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട മുൻകിർ സാഹിബ്. നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്ന നേരെ തർജ്ജമ ചെയ്ത് തരുന്നത് അഷ്റഫ് ഹുദവിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഒന്നുമില്ല വിഷയത്തേക്ക് വരാം.
आपसे पूछना चाहते हैं कि इस तरह के एक छोटा से एक रिमोट एरिया से, इस तरह के गाँव से आप आपके ड्रीम्स के मुताबिक आप चलें और आप हायर एजुकेशन की तरफ गए जी जी। और पूरा गाँव को आज ख़ास तौर पर हमारा दारुल हुदा को भी यहाँ पे लेके आने की आपकी कोशिश, तो आप इस छोटा से गाँव से कौन सी चीज़ थी आपको मोटिवेशन दिया, कौन सी चीज़ आपको आगे बढ़ाया था इस तरह का एक ഹയർ എഡ്യൂക്കേഷൻ്റെ तरफ हम जाएं? അതായത് ഇങ്ങനെ ഒരു ഇത്രയും റിമോട്ട് ഏരിയ ആയിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു വരാനുണ്ടായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്നാണ് ചോദിച്ചത്. Actually, childhood is more important for a boy. This remote area, I born here, and I love this natural beauty also. Though I went to abroad, but my heart was here. And in childhood, when I was 5th standard, there are good teachers, primary school teachers, who given me an inspiration to think about creator as well as human being. So initially I thought I will do some institute where girls will get education, and after getting education that education will divert to their child, and all the things will make the society very good. यूथ जो हमारा है आज का नौजवान जो है, इनके लिए आप कौन सा पैगाम देना चाहते हैं? വരാൻ പോകുന്ന ഒരു തലമുറക്ക് പുതിയതായിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. വിദ്യാഭ്യാസത്തിൽ എഡ്യൂക്കേഷൻ जनरली Actually, now education not giving the real beauty of education. It is just like coming from the book, but moral characteristics of education is not really like that. It will give some good sense to the society. So I think we need education with moral things. In education, 4 types of teacher is there. It is first stage for a child, his or her mother or father. In second step, it is school teacher or some madrasa teacher. And third, society. So our child is not getting any good thing from our society, because it seems to me society going to rotten already. So we need to improve the society, and when we will go to improve the society, we need a good man who will not think about his own pocket, and he should not possess any self-centered mentality. 25 വർഷക്കാലം തുടർച്ചയായിട്ട് നോൻപ് എടുത്തിട്ടുള്ള ഒരാളാണ് ഈ മുൻകിർ സാഹിബ് പറഞ്ഞ ഇപ്പം നമ്മൾ പരിചയപ്പെട്ട ആൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, വളരെ കൗതുകം നിറഞ്ഞൊരു മനുഷ്യനാണ് ഈ ഒരു വില്ലേജിൽ. ഇപ്പം ഇന്ന് ഈ നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അന്നൊക്കെ മൂപ്പര് പഠിക്കാൻ പുറത്ത് പോകുന്ന ഒരു സമയത്ത് ഇങ്ങനൊരു സംഭവമേ ഇല്ല. കാരണം ഒരു തരിശ് ഭൂമിയാണ്. നമ്മൾ കണ്ട വില്ലേജ് കണ്ടില്ലേ, അത് കുറച്ച് ഒരു 10-40 വർഷം മുമ്പ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു സമയത്ത് മൂപ്പര് വിദ്യാഭ്യാസം നേടുകയും ഈ വില്ലേജിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കൊല്ലമാസമല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു സംഭവം. ഇവിടുന്ന് നാളെ പോകണം, കൊൽക്കത്തയിലെത്തണം. കൊൽക്കത്ത കവർ ചെയ്തിട്ട് നേരെ നാട്ടിൽ പിടിക്കണം. വീഡിയോ എടുത്ത് തന്നെയാണ് പോവുക. ആ തിരക്ക് പിടിച്ചുള്ളൊരു പായിപ്പിക്കലൊന്നുമില്ല. വീഡിയോ എടുത്ത് ആക്കാൻ പോലെ അങ്ങനെ പോകാം. പിന്നെന്താ, പിന്നെ നാളെ കാണാം. ബൈ.